വെൽക്കം ബാക്ക് ടു ഫോറക്സ് ഗോൾഡ് എക്സ്പേർട്ട്. ഇന്ന് സെപ്റ്റംബർ 19 ഫ്രൈഡേ ആണ്. ഈ വീക്കിലെ ലാസ്റ്റ് ട്രേഡിംഗ് ഡേ ആണ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം മാർക്കറ്റിന്റെ മൂവ്മെന്റ് എങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇന്നൊരു ഡേ ടൈമിൽ നമുക്ക് ഏത് രീതിയിൽ ട്രേഡ് ചെയ്താൽ നല്ല പ്രോഫിറ്റ് നേടാനായിട്ട് സാധിക്കും എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പം ഇന്നത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് തൊട്ട് ഈ മൊമെന്റ് വരെയുള്ള ഒരു അനാലിസിസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ ആണ്. അതായത് ഒരു റെഫറൻസിന് ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് ഫോറക്സ് ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു റെഫറൻസിന് വേണ്ടി യൂസ് ചെയ്യാവുന്ന ഒരു വീഡിയോ ആണിത്. ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. ഈ രീതിയിൽ തന്നെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യണമെന്ന് യാതൊരു തരത്തിലുള്ള നിർബന്ധങ്ങളും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നോക്കി ട്രേഡ് ചെയ്ത് ഏതെങ്കിലും രീതിയിൽ ലോസോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് യാതൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കില്ല. ട്രേഡ് എപ്പോഴും റിസ്കി ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഓരോ ട്രേഡും എക്സിക്യൂട്ട് ചെയ്യുന്നത് അവരവർ തന്നെ റിസ്ക് ഏറ്റെടുത്തുകൊണ്ടായിരിക്കണം. അപ്പൊ ഇന്നത്തെ ഒരു മാർക്കറ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് ഇന്നത്തെ ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത് ഓവറോൾ, അതായത് ഗോൾഡിന്റെ ഒരു ഓവറോൾ മാർക്കറ്റ് ട്രെൻഡ് എന്ന് പറയുന്നത് സെല്ല് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ട്രെൻഡ് ഇന്ന് 2 ദിവസമായിട്ട് സെൽ ട്രെൻഡിലായിരുന്നു ഗോൾഡിന്റെ മാർക്കറ്റ് ഉള്ളത്. അതേ ഇത് തന്നെ ഇപ്പോഴും സെൽ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിലവിൽ മാർക്കറ്റിന്റെ ഒരു മൂവ്മെന്റ് ഡയറക്ഷൻ എന്ന് പറയുന്നത് നിലവിൽ ബൈയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുക. അതായത് ലോവർ ടൈം ഫ്രെയിമുകളിലെല്ലാം ബൈ ആയി മാറിയിട്ടുണ്ട്. ഹയർ ടൈം ഫ്രെയിമുകളിലൂടെ ബൈ ആയാൽ അത് കംപ്ലീറ്റ് മാർക്കറ്റ് ബൈയിലേക്ക് മാറും. പക്ഷെ ഹയർ ടൈം ഫ്രെയിമുകൾക്ക് ഇനിയും ബൈയിലേക്ക് മാറാൻ കുറച്ചുകൂടി സമയം ആവശ്യമാണ്. അപ്പൊ ലോവർ ടൈം ഫ്രെയിമിൽ നിലവിൽ ബൈ കൺഫേംഡ് ആയതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ നിലവിലുള്ള ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത് ബൈ ആണ്. അപ്പൊ ഇന്നത്തെ ഒരു ഹയസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 3655 വരെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ലോവസ്റ്റ് പ്രൈസ്, അതായത് ഇന്നത്തെ ഒരു ലോവസ്റ്റ് പ്രൈസ് മാർക്കറ്റ് ഓപ്പണിംഗ് ആയതിനു ശേഷം ഒരു ലോവസ്റ്റ് പ്രൈസ് വന്നിരിക്കുന്നത് എന്ന് പറയുന്നത് 3632.70 വരെയാണ് ലോവസ്റ്റ് പ്രൈസ് വന്നിട്ടുള്ളത്. അപ്പൊ ഇന്ന് കൂടുതലും നമുക്കൊരു മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു ന്യൂട്രൽ, അതായത് ഒരു മിഡിൽ ആയിട്ടുള്ള മാർക്കറ്റാണ്. അതുകൊണ്ട് തന്നെ ബൈക്കും സെല്ലിനും ഒക്കെ ഒരു സാധ്യതകളുണ്ട്. പക്ഷെ മൂവ്മെന്റ് കുറച്ച് സ്ലോ ആണ്. അതുകൊണ്ട് തന്നെ വളരെ കെയർഫുൾ ആയിട്ട് മാത്രം എൻട്രികൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. ബൈ എൻട്രികൾ എടുക്കുമ്പോൾ ഓവറോൾ മാർക്കറ്റ് ട്രെൻഡ് സെൽ ആയതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ റിജക്ഷൻ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഏറ്റവും അധികം റിജക്ഷൻ വരാനുള്ള ഒരു ഏരിയകൾ എന്ന് പറയുന്നത് 3658, 3662, 64, 68, 72 ഇങ്ങനെയുള്ള പോയിന്റുകളിൽ നിന്നെല്ലാം നല്ല റിജക്ഷൻസിന് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഹൈ സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് 3632, 35, 36 ഈ ഒരു റേഞ്ചിൽ നിന്ന് നമുക്ക് ബൈ എടുക്കാനുള്ള ഓപ്ഷൻസും ഉണ്ട്. അപ്പൊ കറക്റ്റ് പെർഫെക്റ്റ് എൻട്രി അതുപോലെ തന്നെ പെർഫെക്റ്റ് SL വെച്ചിട്ട് മാത്രം ഇന്ന് ട്രേഡ്സ് എടുക്കാനായിട്ട് ശ്രമിക്കുക. മാർക്കറ്റ് നല്ല രീതിയിൽ വാച്ച് ചെയ്യുക. ന്യൂട്രൽ മാർക്കറ്റിലാണ് ഏറ്റവും കൂടുതൽ ലോസ് സംഭവിക്കാനുള്ള സാധ്യതയുള്ളത്. അതായത് രണ്ട് സൈഡിലേക്ക് മൂവ്മെന്റ്സ് ഉണ്ടാവും. എവിടെ നിന്ന് കഴിഞ്ഞാലും നമുക്ക് ട്രേഡിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷെ പെർഫെക്റ്റ് എൻട്രി അതുപോലെ തന്നെ പെർഫെക്റ്റ് SL മാത്രം വെച്ചാൽ മാത്രമാണ് നമുക്ക് പ്രോഫിറ്റിലേക്ക് പോകാനായിട്ട് പറ്റുക. അവിടെ തന്നെ സ്കാൽപ്പ് ചെയ്യാനുള്ള കൂടുതൽ ഓപ്പർച്യൂണിറ്റിയും ഈ ഒരു മാർക്കറ്റിന് ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും അവരവരുടെ സ്ട്രാറ്റജിക്ക് അനുസരിച്ച് മാത്രം ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ VIP ട്രേഡിംഗ് ടെലഗ്രാം ചാനലിലാണ് നമ്മൾ ഗോൾഡിന്റെ സിഗ്നൽസ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഗോൾഡിന്റെ ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്കൊക്കെ നമ്മുടെ ഫ്രീ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്ത് കോൺടാക്ട് ചെയ്താൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്